ആക്ഷൻ. ഉറക്കം നഷ്ടപ്പെട്ട അബ്ദുള്ള ബാസിൽ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ചോദ്യം ലിയാക്കത്തിനോടാണ്. ലിയാക്കത്തിന് തലച്ചോറുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് തലച്ചോറ്? ലിയാക്കത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും. തലച്ചോറൊന്ന് കാണിച്ചു തരും. കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. ഷുക്കൂർ വരിക്കോടൻ അതിൽ ഒരു കൗണ്ടർ എന്ന രീതിയിൽ എനിക്ക് ഫോൺ കോളിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാൻ വിളിച്ചിട്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ തലച്ചോറ് ഗുളിക കാണിച്ചു കൊടുക്കണം പോലും. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എങ്ങനെ കാണിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നകുലൻകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. ഞങ്ങളുടെ തലയോട്ടി പൊളിച്ചിട്ട് ആ തലച്ചോറൊന്ന് കാണിച്ചു തന്നാൽ മതി. ഞാൻ എന്റെ തലയോട്ടി പിളർന്ന് എന്റെ തലച്ചോറ് അവർക്ക് കാണണം പോലും. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിൻ. 21-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുമ്പോൾ പോലും എന്റെ തലയോട്ടി പിളർന്ന് എന്റെ തലച്ചോറ് വെളിയിലിടുന്നത് കാണണം എന്ന ദുരാഗ്രഹം മൂത്ത് നടക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ വഹാബി കുട്ടികൾ, UA കുട്ടികൾ നിങ്ങളുടെ തലച്ചോറ് ആദ്യം കാണിക്കാം. നിങ്ങൾക്ക് തലച്ചോറുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. ഇതിന് പരിഹാരമില്ല. ഞാൻ തലയോട്ടി വളർന്ന് കാണിച്ചാൽ കരാറ് കാണിച്ചു തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അപകടകരമായ ഒരു മാനസിക നിലയിലാണ് അവരെത്തിയിട്ടുള്ളത്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഡേ ബൈ ഡേ പേഷ്യന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വഹാബികളായതുകൊണ്ടും സെലഫികളായതുകൊണ്ടും സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ആ തീവ്ര ജിഹാദിന്റെ എന്താ പറയാ, അതിന്റെ പോരിശ പേർന്ന ആളുകളുടെ സംഘങ്ങളിൽ നിന്ന് ഇത്തരം വാദങ്ങൾ വരുമ്പോൾ മനുഷ്യർ ഒരല്പം ഭയപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയ്ക്ക് പേടിച്ചത് നാണക്കേട്. മനുഷ്യനായ ഒരു ശാല യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? നിങ്ങൾ എത്രമാത്രം നിലവാരമില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കേസാണ് ഇത് എന്നുള്ളതാണ്. നാടൻ ഭാഷ പറയില്ലേ, അത് മക്കാറാക്കാനാണ് വിളിച്ചത് എന്ന് ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കത്തില്ല. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിലുള്ള ഫൂളിഷ്നെസ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അജപ്പനും കുട്ടപ്പനൊക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. എന്റെ അനുഭവം അതാണ്. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം.